എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇത് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാനിൽ 1/2 കപ്പ് വെള്ളം ചൂടാക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ 1/2 കപ്പ് കടലമാവിട്ട ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ ഇതിനെ മിക്സ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റിവെക്കാം. തണുത്ത ശേഷം ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി 1 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇതിൽ 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. കുർക്കുറയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. ചാട്ട് മസാല ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്താലും മതി. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി മാറ്റിയത് കൂടെ ചേർക്കാം. ഇതിനെ നന്നായി ഉടച്ച് മാവിൽ ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളായി മുറിച്ചെടുത്ത് ഇതുപോലെ കൈക്കകത്ത് വെച്ച് നീളത്തിൽ ഉരുട്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കയ്യിലൊരൽപ്പം എണ്ണ തേച്ചാൽ ഒട്ടിപ്പിടിക്കാതെ ഉരുട്ടിയെടുക്കാൻ പറ്റും. എല്ലാ മാവും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായി എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായോ എന്നറിയാനായി ഇതുപോലെ അല്പം മാവിട്ട് നോക്കിയാൽ മതി. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി വറുത്തെടുക്കാം. ഉരുട്ടി വെച്ച മാവ് ഓരോന്നായി ഇട്ട് കൊടുത്ത ശേഷം തീ നന്നായി കുറച്ച് വയ്ക്കണം. ഇനി ക്രിസ്പി ആവുന്നത് വരെ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലിട്ട ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കാം. കുർക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.